Dear viewers, welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടി ടെസ്റ്റിനെ കുറിച്ചാണ്. പെയേർഡ് ടി ടെസ്റ്റിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് അല്ലെങ്കിൽ പെയേർഡ് ഒബ്സർവേഷൻസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെയേർഡ് ടി ടെസ്റ്റ്. ഈ പെയേർഡ് ടി ടെസ്റ്റ് നമ്മളെപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു ലാർജ് സാമ്പിളിൽ നിന്നും നമ്മൾ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻ സെലക്ട് ചെയ്യുന്നു, സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. ഒരു നിശ്ചിത കാലയളവിന് ശേഷം വീണ്ടും നമ്മൾ അതേ പോപ്പുലേഷനിൽ നിന്നും അതേ സാമ്പിൾസ് തന്നെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേ നമ്പറുള്ള മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ രണ്ട് പീരീഡിലും സെലക്ട് ചെയ്ത സാമ്പിൾസ് തമ്മിൽ, അതിൻ്റെ വാല്യൂസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെയേർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് സാമ്പിൾസും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ എടുത്തതിന് ശേഷം ഒരു നിശ്ചിത പീരീഡിന് ശേഷമാണ് അതേ നമ്പറുള്ള, ചിലപ്പോൾ അതേ പെയർ ഓഫ് ഒബ്സർവേഷൻസ് തന്നെ, അതേ ഒബ്സർവേഷൻസ് തന്നെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ പോപ്പുലേഷനിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നു ഒരു കോളേജിൽ നിന്നും. ആ സ്റ്റുഡൻസിൻ്റെ മാർക്സാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീക്കിൽ നമ്മൾ ആ ഒരു 10 കുട്ടികളുടെ മാർക്സ് സ്റ്റഡി ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒരു 1 മന്ത് കഴിഞ്ഞതിന് ശേഷം ആ 1 മന്തിനിടയിൽ നമ്മളവർക്ക് സ്പെഷ്യൽ കോച്ചിങ്, സ്പെഷ്യൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളവർക്കൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ആ ടെസ്റ്റിൽ അവർക്ക് കിട്ടിയ മാർക്സ്, അതായത് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുൻപും ട്രെയിനിങ് കൊടുത്തതിന് ശേഷവും ആ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള മാർക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ്, അതായത് ട്രെയിനിങ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ അവർക്ക് നടത്തിയിട്ടുള്ള ടെസ്റ്റിൻ്റെ മാർക്കും ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് നടത്തിയിട്ടുള്ള ടെസ്റ്റിൻ്റെ മാർക്കും, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് ടെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്, ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് അല്ലെങ്കിൽ പെയേർഡ് ഒബ്സർവേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻസ്. ഇപ്പോൾ നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു, ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻസ്. പോപ്പുലേഷനിൽ നിന്നും 2 തവണയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ സാമ്പിൾസ് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറാണ് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പ്രൊസീജിയറിലേക്ക് പോകുന്നു, ദാറ്റ് ഈസ് ഡിസൈഡിങ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. ഇവിടെ നമ്മൾ സ്മോൾ സാമ്പിൾസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ടി ടെസ്റ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ പ്രൊസീജിയർ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ഈ കേസിൽ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ടി ഈസ് ഈക്വൽ ടു ഡി ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n-1. ഇവിടെ നമ്മൾക്ക് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n-1 എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കണ്ടുപിടിക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇവിടെ n-1 ആണ്. സോ ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ്, അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഒബ്സർവേഷനും സെക്കൻഡ് സെറ്റ് ഓഫ് ഒബ്സർവേഷനും തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മളിവിടെ ഡി എന്ന് പറയുന്നത്. ഡി ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീൻ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ്. സെറ്റ് 1ഉം സെറ്റ് 2ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണുന്നതിനെയാണ് നമ്മൾ ഡി ബാർ എന്ന് പറയുന്നത്.
എസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾസ് ആണ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡിഫറൻസ് വാല്യൂസ്. ദെൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. എത്ര പെയർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ പെയർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് എൻ. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസിലും ചെയ്തതുപോലെ തന്നെയാണ്. ടേബിൾ വാല്യൂ ഓഫ് ടി കണ്ടുപിടിക്കുന്നു. അതിനുശേഷം കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടിയും ടേബിൾ വാല്യൂ ഓഫ് ടിയും കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ചെയ്തതിന് ശേഷം കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി ടേബിൾ വാല്യൂ ഓഫ് ടിയേക്കാൾ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു, കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടെസ്റ്റ് പ്രൊസീജിയർ എല്ലാ ടെസ്റ്റിലും സെയിം തന്നെയാണ്. സോ നമ്മളിതെങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുക എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. 2 sets of 10 students selected at a random from a college were taken. One was given a memory test as they were, and the other set was given a memory test after 2 weeks training, and the scores were given below. സെറ്റ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, സെറ്റ് ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ടെസ്റ്റ് വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ മീൻ സ്കോർസ്. ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നു 10 സ്റ്റുഡൻസ് ഉള്ള 2 ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിലാദ്യത്തെ ഗ്രൂപ്പിന് നമ്മളൊരു മെമ്മറി ടെസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കണ്ടക്ട് ചെയ്യുന്നു, ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒരു 2 weeks ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷമാണ് അവർക്കൊരു മെമ്മറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ മെമ്മറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാതെ ട്രെയിനിങ് കൊടുക്കാതെ കുട്ടികൾക്ക് നടത്തി കിട്ടിയ മെമ്മറി ടെസ്റ്റിൻ്റെ സ്കോറും 2 ആഴ്ചത്തെ ട്രെയിനിങ് നടത്തിയതിന് ശേഷം ആ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മെമ്മറി ടെസ്റ്റിൻ്റെ സ്കോറും ഇതിൻ്റെ ആവറേജസ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ നൾ ഹൈപ്പോത്തസിസും ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും ഇങ്ങനെയാണ്. എച്ച് നോട്ട് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ മീൻ സ്കോർസ്, അതായത് 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൻ്റെയും മീൻ സ്കോർസ് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല, അത് രണ്ടും തുല്യമാണ്, ഈക്വലാണ്. ആൻഡ് H1 ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ മീൻ സ്കോർസ്. സെറ്റ് 1ൻ്റെയും സെറ്റ് 2ൻ്റെയും മീൻസ് തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, ദേ ആർ നോട്ട് ഈക്വൽ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഡിസൈഡ് ചെയ്യുന്നതാണ്. സാമ്പിൾ സൈസ് സ്മോൾ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടി ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ പെയർഡ് ഒബ്സർവേഷൻസ് ആണ്. ഒരേ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള 2 പോപ്പുലേഷൻ്റെ 2 പീരീഡിലുള്ള വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് പെയർഡ് ഒബ്സർവേഷൻസ് ആണ്. നമ്മൾക്കിവിടെ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യനിൽ ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്നോ പ്രൊമോഷൻ എന്നോ പോലെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാത്തത് കൊണ്ട് ഇത് 2 tailed ടെസ്റ്റും ഫോളോ ചെയ്യും. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുൻപായിട്ട് നമ്മൾക്ക് മീനും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. സാധാരണ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതായിരുന്നു, പക്ഷേ പെയർഡ് ഒബ്സർവേഷൻ്റെ കേസിൽ നമ്മൾക്ക് അതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ആ വാല്യൂവിനെ ടാബുലേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് കോളത്തിൽ സെറ്റ് എയുടെ വാല്യൂസ് എഴുതി, സെക്കൻഡ് കോളത്തിൽ സെറ്റ് ബി അല്ലെങ്കിൽ സെറ്റ് 1ൻ്റെയും സെറ്റ് 2ൻ്റെയും വാല്യൂസ് എഴുതി. അതിനുശേഷം തേർഡ് കോളത്തിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഒന്നുകിൽ സെറ്റ് ബി മൈനസ് സെറ്റ് എ അല്ലെങ്കിൽ സെറ്റ് എ മൈനസ് സെറ്റ് ബി, 2 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ടിയുടെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. കാരണം ഡിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് നമ്പറായിട്ട് മാറും. സോ 4ാമത്തെ കോളത്തിൽ നമ്മൾ ഡി സ്ക്വയർ കണ്ടുപിടിക്കുന്നു. തേർഡ് കോളത്തിൽ കണ്ടുപിടിച്ച ഡിഫറൻസിൻ്റെ സ്ക്വയർ ആണ് 4th കോളത്തിലുള്ള ഡി സ്ക്വയർ. അതിനുശേഷം ഡി കോളം ടോട്ടൽ ചെയ്യുന്നു, സിഗ്മ ഡി കണ്ടുപിടിക്കുന്നു. 4ാമത്തെ കോളമായിട്ടുള്ള ഡി സ്ക്വയർ കോളം ടോട്ടൽ ചെയ്യുന്നു, അതിൻ്റെ സിഗ്മ ഡി സ്ക്വയർ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇവിടെ സിഗ്മ ഡി 10ഉം സിഗ്മ ഡി സ്ക്വയർ 16ഉമാണ്. ഇനി നമ്മൾ
ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഡി ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. അപ്പോൾ ആദ്യം ഡി ബാർ കണ്ടുപിടിക്കുന്നു. ഡി ബാർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് ഡിഫറൻസ് ആണ്. അത് കാണാൻ വേണ്ടി സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ, ടോട്ടൽ ഓഫ് ദി ഡിഫറൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും ഡി ബാറിൻ്റെ വാല്യൂ 1. ദെൻ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ എസ് നമ്മൾ കണ്ടുപിടിക്കണം, സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുല സിഗ്മ ഡി സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സിഗ്മ ഡി സ്ക്വയർ 16 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 16 ഡിവൈഡഡ് ബൈ 10 മൈനസ് 10/10 ഹോൾ സ്ക്വയർ. സോ നമുക്ക് കിട്ടുന്ന എസിൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 0.6 ആയിരിക്കും. ദാറ്റ് ഈസ് 0.7746 എന്ന് നമുക്ക് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കിട്ടും. ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാം. എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ 0.2582 എന്ന് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടിയുടെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോവാം. ദാറ്റ് ഈസ് ഡി ബാർ ബൈ സ്റ്റാൻഡേർഡ് എറർ 1 ഡിവൈഡഡ് ബൈ 0.2582. ഡി ബാറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്നു. സോ ടിയുടെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 0.2582. സോ അതിന് കിട്ടുന്ന വാല്യൂ 3.87 ആണ്. ഇനി നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യുന്നു. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 ആണ്. ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് തന്നെ n-1 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ദാറ്റ് ഈസ് 10-1 9 എന്നാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾക്കിവിടെ കിട്ടുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ ഡിസയേർഡ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും അതുപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇവിടെ 2 ടൈൽഡ് ടെസ്റ്റിന് 5% ലെവലിൽ 9 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ടിയുടെ വാല്യൂ 2.262 ആണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ടിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ദാറ്റ് ഈസ് 3.87. ആ 3.87 ടേബിൾ വാല്യൂ ആയിട്ടുള്ള 2.262 കമ്പയർ ചെയ്യുന്നു. അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് മോർ ദാൻ ദ ടേബിൾ വാല്യൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഇൻ മീൻ സ്കോർസ്. ആ രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസിൻ്റെയും ആവറേജ് സ്കോർസ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അക്കൗണ്ടൻസ് വെയർ ഗിവൺ ഇൻറ്റൻസീവ് കോച്ചിങ് ആൻഡ് 4 tests were conducted in a month. The scores of test 1 and test 4 are given below. ടെസ്റ്റ് 1ൻ്റെ സ്കോർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് 4ൻ്റെ സ്കോറും തന്നിട്ടുണ്ട്. ഡസ് the scores from test 1 to test 4 show an improvement? അപ്പോൾ അക്കൗണ്ടൻസിന് നമ്മൾ 4 തവണകളായിട്ട് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, ടെസ്റ്റ് 4 അങ്ങനെ 4 തവണകളായിട്ടാണ് നമ്മൾ അവർക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ ടെസ്റ്റ് 1 ആദ്യം കണ്ടക്ട് ചെയ്ത ടെസ്റ്റിൻ്റെ സ്കോറും ടെസ്റ്റ് 4 അവസാനം കണ്ടക്ട് ചെയ്ത ടെസ്റ്റിൻ്റെ സ്കോറുമാണ്. അപ്പോൾ ഒരേ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ്റെ 2 പീരിയഡിലുള്ള ഡാറ്റയാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇത് പെയേർഡ് ഒബ്സർവേഷനാണ്, ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ടെസ്റ്റ് 1ൽ നിന്നും ടെസ്റ്റ് 4ലേക്കുള്ള ആ സ്കോർ, അല്ലെങ്കിൽ ടെസ്റ്റ് 1ഉം ടെസ്റ്റ് 4ഉം തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയ ഡിഫറൻസ് ഉണ്ടോ, അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ.
അപ്പോൾ ആക്ച്വലി ഇതൊരു വൺ ടൈൽഡ് ടെസ്റ്റാണ്. കാരണം ക്വസ്റ്റ്യനിൽ ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടെസ്റ്റ് 1നെ കമ്പയർ ചെയ്യുമ്പോൾ ടെസ്റ്റ് 4ൻ്റെ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വൺ ടൈൽഡ് ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ മീൻ സ്കോർസ് ഓഫ് ടെസ്റ്റ് 1 ആൻഡ് ടെസ്റ്റ് 4. ടെസ്റ്റ് 1ൻ്റെയും ടെസ്റ്റ് 4ൻ്റെയും മീൻ സ്കോർ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നുമില്ല എന്നുള്ള നോ ഡിഫറൻസ് ഹൈപ്പോത്തിസിസ് നമ്മൾ എച്ച് നോട്ടായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി ടെസ്റ്റ് 1ൻ്റെയും ടെസ്റ്റ് 4ൻ്റെയും മീൻ സ്കോർ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റ് 1ഉം ടെസ്റ്റ് 4ഉം തമ്മിലുള്ള അതിൻ്റെ ടെസ്റ്റ് സ്കോർ തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മീൻ സ്കോർ ഇംപ്രൂവ് ചെയ്തു എന്നാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. സോ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ മീൻ സ്കോർസ് ഓഫ് ടെസ്റ്റ് 1 ആൻഡ് ടെസ്റ്റ് 4. ദാറ്റ് ഈസ് ദ മീൻ സ്കോർ ഹാസ് ഇംപ്രൂവ്ഡ്. മീൻ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ സാമ്പിൾ സൈസ് സ്മോൾ ആണ്. അതുപോലെ തന്നെ പെയർഡ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. സോ വി അപ്ലൈ ടി ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഫോളോസ് വൺ ടൈൽഡ് ടെസ്റ്റ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡാറ്റ ടാബുലേറ്റ് ചെയ്ത് മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഫസ്റ്റ് കോളത്തിൽ ടെസ്റ്റ് 1ൻ്റെ സ്കോറും സെക്കൻഡ് കോളത്തിൽ ടെസ്റ്റ് 4ൻ്റെ സ്കോറുമാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ ടെസ്റ്റ് 4ൻ്റെ സ്കോറും ടെസ്റ്റ് 1ൻ്റെ സ്കോറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. ദെൻ അതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കുന്നു, സിഗ്മ ഡി, അത് 72 എന്ന് കിട്ടും. അതുപോലെ നാലാമത്തെ കോളത്തിൽ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെയും സ്ക്വയർ ചെയ്യുന്നു. ദെൻ അതിൻ്റെ സം ടോട്ടൽ കണ്ടുപിടിക്കുന്നു, സിഗ്മ ഡി സ്ക്വയർ, ദാറ്റ് ഈസ് 856. ദെൻ എൻ വാല്യൂ 10 ആണ്. 10 ഒബ്സർവേഷൻസ്, 10 പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഇവിടെ നമ്മൾക്കുള്ളത്. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി കാണാനുള്ള ഫോർമുല ഡി ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. സോ ആദ്യം നമ്മൾ ഡി ബാർ കണ്ടുപിടിക്കുന്നു. ഡി ബാർ കാണാൻ വേണ്ടി സിഗ്മ ഡി ബൈ എൻ, സിഗ്മ ഡി 72 ആണ് നമ്മൾ കണ്ടുപിടിച്ചു, എൻ 10 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഡി ബാറിൻ്റെ വാല്യൂ, മീൻ ഓഫ് ഡിഫറൻസ് വാല്യൂസ് 7.2 ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n-1 എന്നുള്ള ഫോർമുല നമ്മൾക്ക് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ സിഗ്മ ഡി സ്ക്വയറിൻ്റെ വാല്യൂ 856 ആണെന്ന് കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ 10 മൈനസ് 72 by 10 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 33.76 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ 5.81 ആണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാം. എസ് ഡിവൈഡഡ് ബൈ റൂട്ട് n-1, ദാറ്റ് ഈസ് 5.81 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 10-1. നമുക്ക് കിട്ടുന്ന വാല്യൂ 1.9367 ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ടി എന്ന് പറയുന്നത് ഡി ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡി ബാറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ. സോ ടി ഈസ് ഈക്വൽ ടു ഡി ബാർ ബൈ സ്റ്റാൻഡേർഡ് എറർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.2 ഡിവൈഡഡ് ബൈ 1.9367, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.72. അപ്പോൾ ടി എന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 3.72. ഇനി നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യുന്നു. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ 5% ആണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യുന്നത്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നു. ടി ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 ആണ്. ഇവിടെ n-1 എന്നുള്ളത് 10-1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആയിരിക്കും. ഇനി വൺ ടൈൽഡ് ടെസ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്തത്, കാരണം ക്വസ്റ്റ്യനിൽ ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സോ വൺ ടൈൽഡ് ടെസ്റ്റിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 9 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ടിയുടെ ടേബിൾ വാല്യൂ 1.833 ആണ്. ഇനി നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ ആയിട്ടുള്ള 3.72 ടേബിൾ വാല്യൂ ആയിട്ടുള്ള 1.83 കമ്പയർ ചെയ്യണം. അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം കാൽക്കുലേറ്റഡ് വാല്യൂ 3.72 ഈസ്
മോർ ദാൻ ദ ടേബിൾ വാല്യൂ 1.83. സോ നമ്മൾ ഏത് ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും? എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യും, എച്ച് വണ്ണിനെ ആക്സെപ്റ്റ് ചെയ്യും. എച്ച് വണ്ണിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് 1ൻ്റെയും ടെസ്റ്റ് 4ൻ്റെയും മീൻ സ്കോർസ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയ ഡിഫറൻസ് ഉണ്ട്. സോ മീൻ സ്കോർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ കൺക്ലൂഷൻ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്ക് പെയർഡ് ഒബ്സർവേഷൻ തരുന്നതിന് പകരം നേരിട്ട് അതിൻ്റെ ഡിഫറൻസസ് തന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ certain stimulus administered to each of the 12 patients resulted in the following increase of blood pressure, that is 5, 2, 8, -1, 3, 0, -2, 1, 5, 0, 4, 6. ഇങ്ങനെയാണ് 12 പേഷ്യൻസിൻ്റെ ബ്ലഡ് പ്രഷറിലുള്ള ചേഞ്ച്, ദാറ്റ് ഈസ് ഇൻക്രീസ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ക്യാൻ ഇറ്റ് ബി കൺക്ലൂഡഡ് ദാറ്റ് the stimulus will in general be accompanied by an increase in blood pressure? അപ്പോൾ 12 പേഷ്യൻസിൻ്റെ ബ്ലഡ് പ്രഷറിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ ചേഞ്ച് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്, ഇൻക്രീസ് ആണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. സോ ആ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് പ്രഷറിൽ ചേഞ്ച് വന്നിട്ടുണ്ടോ, ഇൻക്രീസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. There is no significant difference in mean blood pressure before and after the stimulus. സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപും സ്റ്റിമുലസ് അപ്ലൈ ചെയ്തതിന് ശേഷവും ബ്ലഡ് പ്രഷറിൽ ചേഞ്ചസ് വന്നിട്ടില്ല, ഡിഫറൻസ് വന്നിട്ടില്ല എന്നാണ് നമ്മൾ എച്ച് നോട്ട് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ എച്ച് വൺ സെറ്റ് ചെയ്യുന്നു. There is a significant difference in the mean blood pressure before and after the stimulus. അതായത് സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപും സ്റ്റിമുലസ് അപ്ലൈ ചെയ്തതിന് ശേഷവുമുള്ള ബ്ലഡ് പ്രഷറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇൻക്രീസ് ചെയ്തതായിട്ടാണ് ഇവിടെ അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സ്റ്റിമുലസ് വിൽ ഇൻ ജനറൽ ബി അക്കമ്പനീഡ് ബൈ എൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. അതായത് സ്റ്റിമുലസ് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലഡ് പ്രഷറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ദെൻ സാമ്പിൾ സൈസ് സ്മോൾ ആയതുകൊണ്ടും പെയർഡ് ഒബ്സർവേഷൻസ് തന്നിട്ടുള്ളത് കൊണ്ടും ആ പെയർഡ് ഒബ്സർവേഷൻസിൻ്റെ ഡിഫറൻസസ് നേരിട്ട് തന്നിട്ടുള്ളത് കൊണ്ടും നമ്മളിവിടെ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ദെൻ ക്വസ്റ്റ്യനിൽ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് നമ്മൾ വൺ ടെയിൽഡ് ടെസ്റ്റാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലും ഒരു വ്യത്യാസം ഈ ക്വസ്റ്റ്യനിലുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തന്നെ തന്നിരുന്നു. അതിന് പകരം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ആ സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് തമ്മിലുള്ള ഡിഫറൻസസ് തന്നെയാണ്. സോ നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മളിതിനെ ഒന്നുകൂടി ടാബുലേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ കോളത്തിൽ ഡി ഡിഫറൻസ് വാല്യൂ കാണിക്കുന്നു, രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ സ്ക്വയേർഡ് വാല്യൂ കാണിക്കുന്നു. സോ ഡി കോളം ടോട്ടൽ ചെയ്ത് സിഗ്മ ഡി കണ്ടുപിടിക്കുന്നു. ഡി സ്ക്വയർ കോളം ടോട്ടൽ ചെയ്ത് സിഗ്മ ഡി സ്ക്വയർ കണ്ടുപിടിക്കുന്നു. സിഗ്മ ഡിയുടെ വാല്യൂ 31 ആണ്, സിഗ്മ ഡി സ്ക്വയറിൻ്റെ വാല്യൂ 185 ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡി ബാർ കണ്ടുപിടിക്കുന്നു. ഡി ബാർ കാണുന്നതിന് വേണ്ടി സിഗ്മ ഡി ബൈ എൻ. സിഗ്മ ഡി എന്ന് പറയുന്നത് 31 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. എൻ എന്ന് പറയുന്നത് 12 ആണ്. 12 പേഷ്യൻസിനെയാണ് നമ്മളിവിടെ സ്റ്റഡിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ 31/12 ദാറ്റ് ഈസ് 2.5833 എന്നാണ് ഡി ബാറിൻ്റെ വാല്യൂ കിട്ടുന്നത്. അടുത്ത സ്റ്റെപ്പിൽ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നു. സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n-1 എന്നുള്ള ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടി സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ ഫോർമുലയ്ക്കകത്ത് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ 2.9569 ആയിരിക്കും. സോ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാം. എസ് ഡിവൈഡഡ് ബൈ റൂട്ട് n-1 that is 2.9569 divided by square root of 12 minus 1. നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 0.8915.
ഇനി നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂവിലേക്ക് അല്ലെങ്കിൽ ഫോർമുലയിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുന്നു. ഡി ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. സോ ഡി ബാറിൻ്റെ വാല്യൂ 2.5833 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ 0.89 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ നമ്മൾക്ക് കിട്ടുന്ന ടിയുടെ വാല്യൂ 2.8 ആണ്. 2.88 ആണ് നമ്മൾക്ക് അതിന് കിട്ടുന്ന വാല്യൂ. സോ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. 5% ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ സെറ്റ് ചെയ്യുന്നു. n-1 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ 11 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ദെൻ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി 2.8 ആണ് നമ്മൾക്ക് കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ ടേബിൾ വാല്യൂ 1.796 ആണെന്ന് നമുക്ക് ടേബിളിൽ നിന്നും കിട്ടുന്നു. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി 2.8 ടേബിൾ വാല്യൂ ഓഫ് ടിയേക്കാൾ കൂടുതലാണ്. സോ തീർച്ചയായിട്ടും നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ സ്റ്റിമുലസ് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്ലഡ് പ്രഷറിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ പെയ്ഡ് ടി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും അതിൻ്റെ 3 പ്രോബ്ലത്തിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. താങ്ക് യു.